സുരേന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. ഫലപ്രദമായി നടപ്പാക്കുന്നതിൽ കേരളത്തിലെ നഗരങ്ങളിൽ കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുമ്പോഴും ഗ്രാമീണ മേഖലയിൽ കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന ഭവന പദ്ധതി സമ്പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലൈഫ് മിഷനെ കുറിച്ചുള്ള ഒരു അവകാശവാദവും ഈ സർക്കാർ ഉന്നയിക്കുന്നില്ല, ഈ ബജറ്റിലും കാര്യമായിട്ട് പരാമർശിച്ചിട്ടില്ല. കേരള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിന് കേന്ദ്രത്തെ കുറ്റം പറയുമ്പോഴും കേന്ദ്ര പദ്ധതികളുടെ ആനുകൂല്യത്തിൽ മാത്രമാണ് ഈ വർഷം കേരളത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുന്നതെന്ന് സ്ഥാപിക്കുന്നതാണ് ഈ ബജറ്റ്. മത്സ്യത്തൊഴിലാളികളുടെ തീരദേശ മേഖലയ്ക്ക് കൈയച്ച സഹായം എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. എങ്ങനെയാണ് സാധിക്കുന്നത്? മത്സ്യസമ്പദ യോജന ഇത്തവണ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ബജറ്റിൽ ഏറ്റവും കൂടുതൽ ആനുകൂല്യം ലഭിക്കാൻ പോകുന്ന സ്റ്റേറ്റ് കേരളമാണ്. ഇത്രയും വിശാലമായിട്ടുള്ള തീരദേശമുള്ള കേരളത്തിന് ലഭിക്കാൻ പോകുന്ന ആനുകൂല്യങ്ങളുടെ വിഹിതത്തിൻ്റെ കണക്ക് വന്നിട്ടാണ് ഇപ്പോൾ അദ്ദേഹം ഒരു ചെറിയ തുക ആ കാര്യത്തിൽ മാറ്റിവെച്ചത്. കർഷകരെ സഹായിക്കാൻ ഇവിടെ എന്താ ചെയ്യുക? നിങ്ങൾ റബ്ബർ ബോർഡിന് എത്ര സെൻട്രൽ ഗവൺമെൻറ് കൊടുത്തു, ടീ ബോർഡിന് എത്ര കൊടുത്തു, കോഫി ബോർഡിന് എത്ര കൊടുത്തു, കോക്കനട്ട് ബോർഡിന് എത്ര കൊടുത്തു, കൊയർ ബോർഡിന് എത്ര കൊടുത്തു? നിങ്ങൾ കണക്ക് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. കേരളത്തിനൊന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. നാളികേര കർഷകരെ സഹായിക്കാൻ ഈ ഗവൺമെൻറ് എന്താണ് ഈ ബജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത്? കയർ മേഖലയിൽ ഈ ഗവൺമെൻറ് എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത്? റബ്ബർ മേഖലയിൽ ഈ റബ്ബർ കർഷകരെ സഹായിക്കാൻ എന്താണ് മാറ്റിവെച്ചിരിക്കുന്നത്? 210 രൂപ മാർക്കറ്റിൽ വില കിട്ടുമ്പോൾ 10 രൂപ കൂട്ടി 180 രൂപയാണ് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു കാപട്യം നിറഞ്ഞ ബജറ്റാണ്, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ബജറ്റാണ്. ധനകാര്യ മിസ്മാനേജ്മെൻറ്റിന് ജനങ്ങളെ പിഴിയുന്ന നടപടിയാണ് എല്ലാം ഉണ്ടായിരിക്കുന്നത്. 2022 പബ്ലിക് ഡൊമൈനിലുള്ളതാണല്ലോ. CNDG വളരെ വ്യക്തമായി 28,000 കോടി രൂപയുടെ നികുതി കുടിശ്ശിക വൻകിടക്കാരിൽ നിന്ന് പിരിക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. ഒരക്ഷരം ധനകാര്യമന്ത്രി ഈ ബജറ്റ് പ്രസംഗത്തിനിടയിൽ ഒരിടത്തും CNDG വളരെ ആധികാരികമായി 28,000 കോടി രൂപ നികുതി കുടിശ്ശിക ലഭിക്കാനുണ്ട്, ആ കാര്യത്തെ അഡ്രസ്സ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. പകരം ആരമേലാണ് അടിച്ചേൽപ്പിക്കുന്നത്? ഭൂനികുതി 50% അധികം. നോക്കണം നിങ്ങൾ, ഇതിന് മുമ്പ് അവർ വർദ്ധിപ്പിച്ചതിൻ്റെ കണക്ക് നോക്കിയാൽ അറിയാം ഈ സർക്കാർ എത്രമാത്രം മനുഷ്യത്വരഹിതമായ നടപടിയാണ് സ്വീകരിച്ചത്. 28,000 crore പണക്കാരിൽ നിന്ന് പിരിഞ്ഞു കിട്ടാനുള്ള സർക്കാർ അവിടെ ഒരു നടപടിയും എടുക്കാതെ 6 മാസം മുമ്പ് വെള്ളക്കരം, വീട്ടുകരം, അസസ്മെന്റ് എന്ന് പറഞ്ഞ് വീട് ബജറ്റ് നിരാശാജനകമെന്ന് പറയുകയാണ് കെ സുരേന്ദ്രൻ.